ഹായ് ഹലോ. എന്താണ് എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ നമ്മളെ ലാസ്റ്റ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലാസ്റ്റ് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അത് കിട്ടിയപ്പോൾ തുടങ്ങിയതാണ്. ഇനി ഒന്ന് പുറത്ത് പോകണം, ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം. കാരണം ഇനിയിപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചിട്ട് മാസം മാസം നമുക്ക് കിട്ടാനില്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ സന്തോഷത്തിനും എൻ്റെ ഓരോരോ ആഗ്രഹത്തിനും വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകാനും വേണ്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പേഴ്സാണ് കേട്ടോ കിടന്ന് തപ്പണത്. അപ്പോൾ മറ്റേ ആളെന്താ പണി ചെയ്തിരിക്കണം, അവൻ്റെ കീശയിൽ എടുത്തിട്ടിരിക്കണത്. ഞാൻ അതാണ് തപ്പണത്, ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾ ചിരിച്ചു കാണുന്നത് എൻ്റെ കൈക്ക് തരികയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ വിചാരിച്ചു ഇവക്ക് ഇപ്പോൾ ഇത് വാങ്ങിക്കലേനെ പണി. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ എൻ്റെ സാലറി വെച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ച വീഡിയോ ആണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവക്ക് തന്നെ പണി, കിട്ടുന്ന പൈസക്ക് മുഴുവനും അത് ഇതൊക്കെ വാങ്ങിച്ചത്. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ വരുമാനമൊന്നും വരാനില്ലല്ലോ. അപ്പം ഇനി ലാസ്റ്റത്താണ്. അപ്പം ഇനി ഏതായാലും ഇതോടുകൂടി കർത്തവ്യമാണ്. ഏത് നമ്മളെ ഇഷ്ടത്തിന് ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കില്ല. നമ്മൾക്ക് പൈസ കിട്ടിക്കണം, അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ അത് രസം വേറല്ല. പിന്നെ നമുക്ക് അങ്ങനെ പിന്നെ കെട്ടിയോൻ്റെയൊക്കെ എന്നൊക്കെ കിട്ടിയിട്ട് വേണ്ട. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഇതാ 2 ചുരിദാറിൻ്റെ തുണി ഉണ്ട് കേട്ടോ. ഈ ഒരു ചുരിദാർ തുണി മൂത്തച്ചി വാങ്ങിച്ച് തന്നതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. ഒരേ മോഡൽ കളർ ചേഞ്ചിലായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലൈനിങ് വാങ്ങിക്കണം. പിന്നെ ഇതിന്മേലാണെങ്കിൽ വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തും കൂടി ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ല, അമ്മക്ക് ഇന്നാൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ടോപ്പ് അടിക്കണം. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു ലൈനിങ് വാങ്ങിക്കണം. അപ്പോൾ അത് തക്കണ ഒരു കവറിൽ ആക്കിയിട്ട് ഇതാ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ ഒരു 2-3 തുണിയൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മോക്ക് മുന്നേ തുണി എടുക്കാൻ പോയപ്പോൾ അവിടെ നല്ല വിലക്കുറവൊക്കെ കണ്ട്, നല്ല മെറ്റീരിയലും കണ്ടിട്ടാ, നല്ല ഭംഗിയുള്ള. അപ്പോൾ അതൊന്ന് 2-3 ഒക്കെ ഒന്ന് വാങ്ങിക്കണം. തുണി വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാഭമാണ് കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയണവർക്ക് നല്ല ലാഭമാണ്. മീറ്ററിന് 50 രൂപ 55 രൂപ ഒക്കെയാണ് കേട്ടോ ഞാനന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ മോക്ക് വാങ്ങിച്ച് 2 മോഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ട് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, വിലക്കുറവുകൊണ്ട് ഇഷ്ടമായിട്ടാണ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പിന്നെ അതൊക്കെ മതിയല്ലോ. പിന്നെ നല്ല തുണിയൊക്കെയാണ്, പിന്നെ കളറ് പോവില്ല. പിന്നെ ജോർജറ്റ് ഗ്രേപ്പ് മോഡലിലാണ് തുണി വരുന്നത്, നല്ല പ്രിൻ്റൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താ ഞാനും മക്കളൊക്കെ ഇതാ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉച്ചക്ക് ചോറയൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ ഇതാ ഒരു 3:30 ഒക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്ടി ഇതൊക്കെയാണ് നല്ലോണം പെയിൻ്റൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മതിൽമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾക്ക് മണ്ണൊക്കെ നിറക്കാൻ നമ്മളെ കൈക്കോട്ട് കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു കുഞ്ഞ് കൈക്കോട്ട് വാങ്ങിക്കണം എന്നൊക്കെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. നടക്കോ ഇല്ലേ ഒന്നും അറിയില്ല. അങ്ങനെ ഇതാ ഞാനും മക്കളും കൂടെ പോകണം. അപ്പോൾ ഇതാ മോളവിടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് കൈക്കോട്ട് വാങ്ങിക്കണം, അതില്ലാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചെടികളൊന്നും കുഴിച്ചിടാതെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മളവിടെ അങ്ങാടിയിലെത്തി. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു 3:30 നേരം ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ആളൊക്കെ കുറവായിരുന്നു കേട്ടോ. 4 മണി 4:30 ആയാൽ പിന്നെ ബസ്സിൻ്റെ കാര്യം പറയേണ്ട, കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നല്ല തിരക്കേക്കാറ് സ്കൂൾ വിടണ ആ ഒരു നേരത്താകുമ്പം. അങ്ങനെ നമ്മൾ നേരെ ചെമ്മാട് സീനത്ത് കണ്ടാ വന്നിട്ടുള്ളത്. അപ്പം ഞാനും ഇവിടെ നിന്നായിരുന്നു മോക്ക് ആ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല പിന്നെ തുണികളുണ്ട് കേട്ടോ ഇവിടെ, കണ്ടില്ലേ, നല്ല പ്രിൻ്റോട് കൂടിയിട്ടുള്ള തുണികൾ, നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള തുണികളാണ് കേട്ടോ ഇതൊക്കെ. നല്ല എന്താ ഈ ഒരു നീലല്ലേ, അതാണ് ഞാൻ മോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഭംഗിയുണ്ടായിരുന്നു.
അങ്ങനെ ഏതായാലും എനിക്കിഷ്ടപ്പെട്ട 2 മെറ്റീരിയൽ ഞാൻ ഇടാത്ത മോഡൽ നോക്കിയിട്ട് അങ്ങനെ നോക്കി വാങ്ങിച്ചിട്ടാ. ഞാൻ ഭംഗിയല്ല നോക്കിയത്, ഞാൻ ഇടാത്തൊരു കളറും മോഡലൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഈ ഒരു പുള്ളിപ്പുലി എന്താണ് പുലിൻ്റെ ആ ഒരു കളറുള്ള ആ ഒരു തുണി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇടാത്തൊരു മോഡലാണ്. പിന്നെ അതങ്ങനെ അവിടെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ആട്ടോ നോക്കണത്. നമ്മൾ 2 പിന്നെ ശീലേക്കുള്ള കോട്ടൻ്റെ ലൈനിങ് ആണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം കളറൊക്കെ ഒപ്പിച്ച് കണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വോയിസിന് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല കേട്ടോ. പിന്നെ ജലദോഷമില്ല, തൊണ്ടക്ക് എന്തോ ഒരു കിച്ച് കിച്ചുണ്ട്. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ വോയിസ് കൊടുത്ത് കഴിയുമ്പോൾ എന്താ പാടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സാരി കണ്ടാൽ പിന്നെ ഞാൻ അവിടേക്ക് വേഗം ഓടിച്ചെല്ലും. അപ്പോൾ കുറേ സാരികൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കണ കണ്ടപ്പോൾ എന്താ സംഭവിച്ചിട്ട് നോക്കുമ്പോൾ അതെന്താ ഈ ഒരു തുണി, എന്താ ഈ തുണിക്കൊരു പേര് പറഞ്ഞിട്ട് ഓർമ്മയില്ല. ആ ഒരു മെറ്റീരിയൽ പകുതി വിലക്കാണ് കൊടുക്കണത്. 1000 സംതിങ് അത്രയാണ് പകുതി വിലക്കാണ് കൊടുക്കുന്നത്. നല്ല സാരി കളക്ഷൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനും. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് പിന്നെ നമുക്ക് ലിക്വിഡ് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അലക്കാനുള്ള വാഷിംഗ് മെഷീനിലേക്കുള്ള ലിക്വിഡ് വാങ്ങിക്കാണ്ടായിരുന്നു. അത് വാങ്ങിച്ചിങ്ങോട്ട് തിരുമ്പളാണ് ഇവിടെ കുറേ ചെരുപ്പ് കൂട്ടി വെച്ചിരിക്കണത് കണ്ടത്. അപ്പോൾ പിന്നെ വേഗം അവിടേക്ക് ഓടി വന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ടതാ ആൺകുട്ടികൾ ഈ ഒരു ചെരുപ്പുണ്ടല്ലോ, ഇതിനൊക്കെ 150 രൂപയാണ്. അപ്പോൾ നല്ല കുറഞ്ഞ പ്രൈസായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ഇതേ കളറിലുള്ള ചെരുപ്പ് 300 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിനെക്കാട്ടി ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. പക്ഷെ എന്നാലും 150 രൂപയ്ക്ക് ഇപ്പോൾ ഇത് പോരത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് നല്ല ഉഷാറുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ ചെരുപ്പുണ്ട് കേട്ടോ, സ്കൂൾക്ക് ഇടാൻ ചെരുപ്പുണ്ട്. എന്നാലും വിലക്കുറവ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് വെച്ചതേനു. അപ്പോൾ ഇത് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് ഞാൻ എൻ്റെ പ്ലാനിങ്ങിലില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മോക്കും പിന്നെ എനിക്കും കൂടി ചെരുപ്പ് വാങ്ങിച്ചു. കാരണം ചെരുപ്പ് പറഞ്ഞാൽ മാസം മാസം വാങ്ങിക്കണ അവസ്ഥയാണ് കേട്ടോ. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇവർ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഇടുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് വെച്ച് വിലക്കുറവ് കണ്ടപ്പം. പിന്നെ അത് നമ്മൾ ATMക്ക് പൈസ എടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ ഫോണിൽ നെറ്റില്ല, വീട്ടിൽ വൈഫൈ ആയതുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ കാർഡ് വെച്ച് എല്ലാ കടയിലും കാർഡ് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പൈസ എടുത്ത് കണ്ടതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദർശന എഴുതിയ കട ഇനിയിപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകാൻ നിൽക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം ചെമ്മാട്ടങ്ങാടി മുഴുവൻ ഇങ്ങനെ തെണ്ടി നടക്കിയിരുന്നു കേട്ടോ. അതും ഒരു രസമാണല്ലോ, കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത് അവർക്കും ഒരു രസമായിക്കോട്ടെ. ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ ഒന്നും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊന്നും ഇറങ്ങലുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒരു ബാഗ് നോക്കല്ല വെച്ചിട്ട് ഇവിടെ ഒരു മിനി മിഠായി തെരുവുണ്ട്. അപ്പോൾ അവിടേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ 200 സംതിങ്ങിനൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേഗമാകുമ്പോൾ 700, 800, 500 ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. അതിനുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിലില്ല. അപ്പോൾ പിന്നെ വെറുതെ നോക്കുമ്പോൾ വേണ്ട ചെരുപ്പിന് പിന്നെ ഒരു ജോഡിക്ക് 100 രൂപ എന്ന് കണ്ടപ്പോൾ ആകെ ടെൻഷനായി. ഞാൻ അവിടെ നിന്ന് 200 രൂപേൻ്റെ ഒരു ചെരുപ്പും 150 രൂപയ്ക്കല്ലേ വാങ്ങിച്ചത്. ഇവിടെ വെറും 100 രൂപ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ അത്ര ക്വാളിറ്റി ഒന്നുമില്ല, പിന്നെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ 2 250 രൂപ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ എനിക്ക് മറ്റേത് എടുത്ത് എന്നായിപ്പോൾ, കാരണം മോക്ക് ഞാൻ അടുത്ത ചെരുപ്പ് 200 രൂപയാണ് ഒന്നിനും. ഇതിപ്പോൾ 250 രൂപയ്ക്ക് 2 കിട്ടൂലേ. എന്നാലും മറ്റേത് പിന്നെ സ്കൂൾക്കൊക്കെ ഇടാൻ പറ്റിയ മോഡലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടത് ലെതർ സൈസ് ആ ഒരു മോഡലാണ്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട 2 ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊക്കെ ലാസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, അങ്ങനെ ചെരുപ്പ് ഞാൻ എടുത്തത് എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പൊന്നും നമുക്ക് ഒരു സെറ്റായി കിട്ടണില്ല. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. അപ്പം ഞാൻ പിന്നെ പറ്റിയ ചെരുപ്പുകളൊന്നും ഒക്കെ എനിക്ക് ലൂസാണ്. എനിക്ക് പറഞ്ഞാൽ 6 ഇഞ്ച് ചെരുപ്പ് മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞാൽ നോക്കുന്ന ചെരുപ്പൊക്കെ എനിക്ക് ലൂസായി. കാരണം അങ്ങനെ ഏതായാലും 2 വാങ്ങിച്ച് ബാഗ് വാങ്ങിക്കാൻ കയറി. ഞാൻ പിന്നെ ചെരുപ്പും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ദർശനേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ അമ്മായിക്കൊരു മാക്സി എടുത്തു, ഒരു തട്ട് എടുത്തിട്ടാ എൻ്റെ വീട്ടിലുള്ള അമ്മായിക്ക്. കാരണം എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഞാൻ അമ്മായിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഓരോന്നായിട്ടൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് വാങ്ങിച്ച് കൊടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റത്താണ്, പിന്നെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ പെരുന്നാളൊന്നും നോക്കില്ല. ഞാൻ പിന്നെ ഒരു മാക്സിയും തട്ടും വാങ്ങിച്ച് പിന്നെ മോനിക്ക് പിന്നെ 2 ടീഷർട്ടും എൻ്റെ ആങ്ങൾക്കൊരു ടീഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. കാരണം ആങ്ങളെ എപ്പോഴും എന്നോട് പരാതി പറയും, എനിക്കൊരു സാലറി കിട്ടിയിട്ട് എനിക്ക് ഒരു സാധനം വാങ്ങിച്ചു തന്നിട്ടില്ല, അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും പരാതിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല.
അപ്പം ഞാൻ ഏതായാലും പിന്നെ ഓനക്കൊരു ടീഷർട്ട് വാങ്ങിച്ച്, മോനക്ക് 2 ടീഷർട്ട് വാങ്ങിച്ച്, അങ്ങനെ വലിയ റേറ്റ് ഉള്ളതല്ല കേട്ടോ. 200 200 രൂപേൻ്റെതും ഒരു 300 രൂപേൻ്റെതും അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ടീഷർട്ട് നല്ല കളറുള്ള ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടമായിട്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ അതൊക്കെ നമ്മൾ ദർശനിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏത് ഫാൻസി ഫുഡ് വെയറൊക്കെ അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത്. അപ്പം പിന്നെ അവിടെ കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു നിസ്കാരക്കുപ്പായം എടുത്തിട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു നിസ്കാരക്കുപ്പായം. പിന്നെ ആകെ അതിനും വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നിസ്കാരക്കുപ്പായം, അമ്മായിക്കൊരു മാക്സിയും തട്ടും, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈനിങ്ങും കാര്യങ്ങളും, പിന്നെ നമുക്ക് കുറച്ച് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ചെരുപ്പും കാര്യമൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ വിലക്കുറവ് കണ്ടപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലാതെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവം. പിന്നെ ഞാനിതൊക്കെ മോയ്സ്ചറൈസർ നമ്മളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ മുഖത്തിടുന്ന സംഭവം മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കലേ ഇല്ല. ആകെ ഒരു പ്രാവശ്യം സൺസ്ക്രീൻ വാങ്ങിച്ച് അതിൻ്റെ മുഖത്തിന് പറ്റണില്ല. അങ്ങനെ പിന്നെ അതെടുത്ത് ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ ഈ ഒരു വർക്കിനൊക്കെ പോകുന്ന ടൈമിലൊന്നും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ അതിൻ്റെ മുഖമൊക്കെ ആകെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കല്ല വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യം ഒന്നുമില്ല കേട്ടോ. ഏകദേശം നല്ലതൊക്കെ ചോദിച്ചറിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ട് ആ ഒരു മോഡലിൽ ഐലൈനർ, അതെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ ആ ഒരു മോഡൽ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാസ്ലീനും കയ്യിലും കാലിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇതായി കിട്ടാൻ ഒന്ന് നമ്മൾ രാത്രിയൊക്കെ കിടക്കുമ്പോൾ തേക്കണം നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കൈയും കാലാണെങ്കിൽ നമ്മൾ ഈ പണി ഇതൊക്കെ എടുത്തിട്ടൊരു എന്താ പറയുക, ഒരു ഓരം വെച്ച പോലെ, അപ്പോൾ അതൊക്കെ സോഫ്റ്റൊക്കെ ആവും എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു വാസ്ലിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇതാ ലാസ്റ്റുള്ള ബില്ലിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നതാണ്. ബില്ലിങ്ങിൻ്റെ അവിടെയൊക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും അതൊക്കെ വാങ്ങി നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സമയം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം. അപ്പോൾ അവരൊപ്പം കൂട്ടിയത് അവർക്ക് ഞാനിങ്ങനെ നമുക്ക് സാലറി ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് വാങ്ങിച്ച് കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ കാക്ക ഉണ്ടാകുമ്പോൾ ഓർഡർ ചെയ്യും. ഒറ്റയ്ക്ക് ഓർഡർ ചെയ്യുന്ന പരിപാടി എനിക്ക് അറിയില്ല കേട്ടോ. കാക്ക ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ സന്തോഷത്തിന് അങ്ങനെ വാങ്ങിക്കലുണ്ട്. പിന്നെ അത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഇപ്പോൾ നേരം 6 മണിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും ചെമ്മട്ടങ്ങാടിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോരുന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കൈക്കോട്ട് നോക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച കട പിന്നെ ഇന്ന് ലീവ്, നമ്മൾ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കട അടവായിരുന്നു. പക്ഷെ അവിടെ നല്ല ക്വാളിറ്റി ഉള്ള കൈക്കോട്ടായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. കുഴപ്പമില്ല, നമ്മൾക്ക് പ്രൈസും കുറവാണ്. ആകെ 160 രൂപ ഉള്ളൂ കേട്ടോ ഈ ഒരു കൈക്കോട്ടിന്. അതിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ട്. ബാക്കിലും മുന്നിലൊക്കെ 2 ഐറ്റം മോഡലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവ്. അപ്പോൾ 2 കൊത്തെത്തുമ്പോൾ പൊട്ടുമോ എന്നുള്ളൊക്കെ ഒരു പേടിയുണ്ട്. പിന്നെ അതിനകത്തുള്ള റേറ്റും കാര്യങ്ങളിലും ഞാൻ വിചാരിച്ച കടയിൽ 200 സംതിങ് ആയിട്ടേ വരുന്നുണ്ട് കേട്ടോ ആ ഒരു കൈക്കോട്ടിന്. പക്ഷേ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ അതും വാങ്ങിയത് നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് വന്നിക്കുകയാണ്. സ്റ്റാൻഡിൽ തന്നെയുള്ള നമ്മൾ സ്ഥിരം കയറുന്ന കൂൾ ബാറാണ് കേട്ടോ. ഇവിടെ കയറിയിട്ട് മിക്കവാറും ഒരു അവൽ മിൽക്ക് ആയിരിക്കും ഓർഡർ ചെയ്യുക, അത് ഉറപ്പാണ്. കാരണം അത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് മുന്നേ ഫലൂദ വാങ്ങിച്ചെടുത്തിട്ട് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ ഏതായാലും ഇവിടെ എത്തി ഇതാ കൈയൊക്കെ കഴുകി നമ്മളെ കവറും കാര്യങ്ങളൊക്കെ നമ്മളെ കഴിക്കലുണ്ട് കേട്ടോ. 3-4 കവറും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവൽ മിൽക്ക് നമ്മൾ കഴിക്കാത്ത മോഡൽ നോക്കിയിട്ട് അങ്ങനെ ഓർഡർ ആക്കിയിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നിടയിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇവൻ്റെ മുടി വെട്ടിക്കണമെന്ന് ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളതായിരുന്നു കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഇതിൽ കൂടി പിന്നെ അതിനുള്ള നേരം കാലമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ദിവസം പോയി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവനക്കാണെങ്കിൽ മുടി കട്ട് ചെയ്യണമെന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ആൾക്ക് വലുതാക്കണമാണ് ഇഷ്ടം. പിന്നെ നമ്മൾ
ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇതിപ്പോൾ തന്നെ 10-14 മിനിറ്റ് ആയിട്ടുണ്ട്, ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ചടക്കും. അപ്പോൾ ഞാൻ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യേണ്ട കേട്ടോ ഇതിൻ്റെ ബാക്കിയായിട്ട്. അപ്പോൾ ഇത് നമുക്കുള്ള പിന്നെ ഓയിൽ മിൽക്കൊക്കെ അത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ 3 ആളും കൂടി ഇനി അതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.